1930കളിൽ അമേരിക്കയിലെ ജനങ്ങൾ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലായി. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി. ഈ സമയം ടോണി മറിയാനോ എന്ന ബാറുടമയും ജോസഫ് ഫ്രാൻസിസ് ഗ്രീൻ ഡാനിയൽ എന്നീ കൂട്ടാളികളും ചേർന്ന് പണമുണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തി. ഇൻഷുറൻസ് തട്ടിപ്പ്. അതിനു പറ്റിയ ഒരു ഇരയും അവിടെ ഉണ്ടായിരുന്നു, മൈക്കൽ മലോയി. ആൾക്ക് ബന്ധുക്കളൊന്നുമില്ല, കടുത്ത മദ്യപാനിയും. അങ്ങനെ അവർ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ സഹായത്തോടെ നിക്കോളാസ് എന്ന പേരിൽ മൈക്കലിന് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. എന്നിട്ട് അപകട മരണം എന്ന് തോന്നത്തക്ക വിധം കൊല്ലാൻ തീരുമാനിച്ചു. വിഷം കൊടുത്തും വാഹനം എടുപ്പിച്ചും ഒക്കെ 12 തവണ ശ്രമിച്ചു നോക്കി, പക്ഷേ വിജയിച്ചില്ല. 1933 ഫെബ്രുവരി 22-ന് അവനെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കൽക്കരി വാതക പൈപ്പ് അവന്റെ വായിൽ വെച്ച് ഓണാക്കി. 1 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചു. അതൊരു അപകട മരണമാക്കി ചിത്രീകരിച്ച് വേഗം തന്നെ മറവ് ചെയ്തു. പക്ഷേ സംശയം തോന്നിയ ആളുകൾ അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൈക്കലിന്റെ മരണത്തിന് പിന്നിലുള്ള സത്യം പുറത്തു വന്നു. ഗ്രീനിന് 10 വർഷം മാത്രമേ തടവ് ശിക്ഷ ലഭിച്ചുള്ളൂ. ബാക്കി 4 പേർക്കും വധശിക്ഷ വിധിച്ചു. 1934-ൽ വധശിക്ഷ നടപ്പിലാക്കി. പണത്തിന് വേണ്ടി ചില മനുഷ്യർ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ച ഒരു സംഭവമാണിത്.